ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഇവർ തേർഡ് പാർട്ടിയോട് നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും പറഞ്ഞു കഴിഞ്ഞു എന്നാണ്. നിങ്ങൾക്ക് വേണ്ടി ഇവർ എന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്നത്, എല്ലാ കാര്യങ്ങളും തേർഡ് പാർട്ടിയോട് പറഞ്ഞതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഓരോരോ ആൾക്കാരുടെ ലൈഫിൽ ഓരോരോ സിറ്റുവേഷൻസ് ആയിരിക്കും. ചിലപ്പോൾ ആൾക്കാരായിരിക്കാം, അല്ല എങ്കിൽ സിറ്റുവേഷൻസ് ആയിരിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ അതനുസരിച്ച് നിങ്ങൾ തേർഡ് പാർട്ടിയെ നോക്കുക. കാരണം ഇത് കളക്റ്റീവ് റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് തേർഡ് പാർട്ടി എന്താണോ അത് നിങ്ങൾ വിചാരിക്കുക എന്താണെന്ന്. നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ തേർഡ് പാർട്ടി ആരാണ് എന്ന്. ഇവിടെ തേർഡ് പാർട്ടിയുടെ എനർജി നോക്കുമ്പോൾ തേർഡ് പാർട്ടി ദേഷ്യപ്പെടുന്നില്ല. നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും ഇവരെ മാനിപ്പുലേറ്റിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണെ മാനിപ്പുലേറ്റിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇവിടെ തേർഡ് പാർട്ടി വളരെ സ്നേഹത്തോടെ ഇവരുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇവരുടെ മൈൻഡിൽ അതായത് ഇവരെ ഭാഗത്തോട്ട് നിങ്ങളുടെ പേഴ്സൺ ആവാൻ വേണ്ടി വളരെ സ്നേഹത്തോടെ മാനിപ്പുലേറ്റിംഗ് ചെയ്യുകയാണ് നിങ്ങളുടെ പേഴ്സണെ ഈ തേർഡ് പാർട്ടി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ തമ്മിൽ യൂണിയനിലാണ് എങ്കിൽ തേർഡ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് നിങ്ങളുടെ തമ്മിലുള്ള ജാതകം നോക്കാൻ ശ്രമിക്കുന്നതായിട്ട്, ജാതകം തമ്മിലില്ലെങ്കിൽ ചേരത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരെ മാനിപ്പുലേറ്റിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതായത് നമ്മൾ തമ്മിലുള്ള ജാതകം ചേരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്ന്. ചിലപ്പോൾ അമ്മയെ അച്ഛനെ ഒക്കെയാണ് എങ്കിൽ തേർഡ് പാർട്ടി ഇവിടെ ആ ഒരു രീതിയിലുള്ള ഒരു സംസാരം നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ കൂടെ നിങ്ങളുടെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് അവർ ചിലപ്പോൾ നിങ്ങളുടെ നാളെ ചോദിച്ചു കാണും. എന്നിട്ട് അവർ ഒരു ജോത്സ്യൻ്റെ അടുത്ത് പോയി ചോദിച്ചു കാണും, ഇങ്ങനെയാണ് എൻ്റെ മോന് അല്ലെങ്കിൽ എൻ്റെ മോക്ക് ഇങ്ങനെ ഒരാളെ ഇഷ്ടമാണെന്ന് പറയുന്നു, അത് തമ്മിൽ ചേരത്തില്ല എന്ന് എന്തെങ്കിലും കുറിച്ച് തരാനോ, ചേരുമെങ്കിലും ചേരത്തില്ല എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ചെയ്തു തരാൻ പറയത്തില്ല ചില ആൾക്കാരുടെ അമ്മമാർ. മോൻ്റോടുള്ളതോ മോളോടുള്ള സ്നേഹം കൊണ്ട് അങ്ങനെ ആണ് ഇവിടെ മാനിപ്പുലേറ്റിംഗ് കൂടുതലായിട്ട് നടക്കുന്നത് ചില ആൾക്കാരുടെ കാര്യമെടുത്ത് നോക്കുകയാണ് എങ്കിൽ. ഇനി ചില ആൾക്കാരുടെ ഫാമിലി നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു ജനറേഷൻ്റെ അതേപോലെ നിൽക്കുന്ന ആൾക്കാരാണ് അവരുടെ ഫാമിലി. കാരണം അടുത്ത വീട്ടിലെ കുട്ടിക്ക് പോലും ലവ് മാരേജ് നടക്കുന്നു, പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ മോന് ലവ് മാരേജ് നടന്നാൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരു, അല്ലാതെ എൻ്റെ കുട്ടിക്ക് ലവ് മാരേജ് പറ്റത്തില്ല, അറേഞ്ച് മാരേജ് തന്നെ നടക്കണം എന്നുള്ള അങ്ങനെ കാഴ്ചപ്പാട് ഇപ്പോഴത്തെ ജനറേഷൻ എന്താണോ പറയുന്നത് അതനുസരിച്ച് അവരുടെ കൂടെ നീങ്ങുന്ന ഫാമിലി ആയിട്ടാണ് ചില ആൾക്കാരുടെ ഫാമിലിയെ കാണാൻ സാധിക്കുന്നത് ഇവിടെ. ഇനി നിങ്ങൾ ന്യൂവിലി മാരീഡ് ആയിട്ടുള്ള കപ്പിൾസാണ്, അതായത് നിങ്ങൾ തമ്മിൽ മാരേജ് നടന്നു, പക്ഷേ നിങ്ങളുടെ സ്പൗസ് വന്നിട്ട് ഭയങ്കര ഒരു ശാന്ത സ്വഭാവം, ആരോടും സംസാരിക്കത്തില്ല, അങ്ങനത്തെ ഒരു പ്രകൃതം. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇവിടെ ഫാമിലി നിങ്ങളുടെ പേഴ്സണെ മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇവളെന്താ ഇങ്ങനെ, അല്ല എങ്കിൽ മരുമോൻ എന്താ ഇങ്ങനെ, അങ്ങനെയൊക്കെ ഒരുമാതിരി മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ മാരേജ് സിറ്റുവേഷനിലായാലും തേർഡ് പാർട്ടി ഇവിടെ മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരു മാസ്ക് ഇട്ടാണ് നിങ്ങളുടെ പേഴ്സണെ മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്നത് സ്നേഹത്തോടെ, അതായത് പുറമേ സ്നേഹത്തോടെ പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ വിഷം വെച്ചിട്ടാണ് ഇവർ നിങ്ങളുടെ പേഴ്സണെ മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു, അതായത് ഇവരെന്താണോ ചിന്തിച്ചത് അതിന്മേൽ ഇവർ എന്തായാലും ആക്ഷൻ എടുക്കുമെന്നുള്ള ഒരു തീരുമാനം ഇവർ എടുത്തു കഴിഞ്ഞു. ഇവർ ആഗ്രഹിക്കുന്ന ഇനി വെയിറ്റ് ചെയ്യാൻ വയ്യ, ഇനി എന്താണോ സംഭവിക്കാൻ പോകുന്നത് അതനുസരിച്ച് ഒരു ആക്ഷൻ എടുക്കാം, നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നു. ഇനി ആര് പറയുന്നതോ ഒന്നും ഇവർ കേൾക്കുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കൂ. ഇവർ എടുക്കാൻ പറ്റിയില്ല എങ്കിൽ അതിൻ്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് തരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി ഇവർ നിങ്ങളെ ഇട്ടിങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, സ്വയം ഇവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. ഈ സമയം നിങ്ങളുടെ പേഴ്സൺ വളരെ ശാന്തമായിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നോ കോൺടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും കോൺടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിലും ശാന്തമായിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ശാന്തമായിട്ടിരുന്നാൽ മാത്രമേ ഇവർക്ക് കാര്യങ്ങൾ തെറ്റേത് ശരിയേതെന്ന് മനസ്സിലാവുകയുള്ളൂ, പിന്നെ ഒരു ഡിസിഷൻ എടുക്കുവാനും സാധിക്കുകയുള്ളൂ. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി വളരെ സീരിയസ് ആണ് എന്നാണ് ഇവിടെ സബ് കോൺഷ്യസ് മൈൻഡ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്.
ഇവർ ഭയങ്കരമായിട്ട് നിങ്ങളെക്കുറിച്ച് ഓവർ തിങ്കിങ് ചെയ്യുകയാണ്. നിങ്ങളെക്കുറിച്ച് മാത്രം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. പാസ്റ്റിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്ത ആ ഒരു ടൈം, നിങ്ങൾ അവരോട് സംസാരിച്ചത്, ആ സമയം, നിങ്ങളുടെ ആ ഒരു ചിരി, സംസാര രീതി, അത് തന്നെയാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഓൾഡ് മെമ്മറീസിനെ റീകോൾ ചെയ്യുന്നതായിട്ട്. ഇവിടെ ഇവർ ഇപ്പോൾ ഏതെങ്കിലും സ്റ്റക്ക് സിറ്റുവേഷനിലാണ് എങ്കിൽ ഉറപ്പായിട്ടും അവർ എത്രയും പെട്ടെന്ന് തന്നെ പുറത്ത് വരുന്നതാണ് എന്നാണ് എനർജി പറയുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. ഇനി കറണ്ട് ഫീലിങ്സ് നമുക്ക് നോക്കാം. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ ഫസ്റ്റ് എനർജി വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി ചതിച്ചിട്ടുണ്ട്. അത് കൗണ്ട് ചെയ്യാൻ പോലും പറ്റത്തില്ല. പക്ഷേ എന്നിട്ടും നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷ നിങ്ങളുടെ പേഴ്സണിലുണ്ട്. ഫസ്റ്റ് എനർജി ഇതാണ് അവരുടെ ആ ഒരു കറണ്ട് ഫീലിങ്ങിൽ. അപ്പോൾ ആരുടെ പേഴ്സണാണോ കൗണ്ട്ലെസ് ആയിട്ട് നിങ്ങളെ ചതിച്ചിട്ടുള്ളത്, അവരുടെ ആ ഒരു കറണ്ട് ഫീലിംഗ് ഇതാണ്. ഇവിടെ നിങ്ങൾ എത്ര തന്നെ ഹേർട്ട് ചെയ്താലും ദ്രോഹിച്ചാലും നിങ്ങൾ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ആ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സണ് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഫീലിംഗ് വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോഴും അൺകണ്ടീഷണലായിട്ട് ഇവരെ സ്നേഹിക്കുന്നു. ആ ഒരു സ്നേഹമാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാകുന്നത്. നെക്സ്റ്റ് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങളുടെ കൂടെ മാത്രമേ ഇവർക്കൊരു ഹാപ്പിനെസ് ലഭിക്കുകയുള്ളൂ എന്നാണ് ഇവർക്ക് തോന്നുന്നത്. അതായത് ഇവരുടെ ചുറ്റും ആരൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുണ്ട് എങ്കിൽ ഇവർ ഭയങ്കര ഹാപ്പിയാണ്. ഇവിടെ നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഹാപ്പിനെസ്സാണ് തോന്നുന്നത്. ഇവിടെ മനസ്സിൽ നിങ്ങളുടെ കൂടെ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യണമെന്നാണ് ഇവർക്ക് ആഗ്രഹം. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഹാർട്ട് ചക്ര ബ്ലോക്കേജസ് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മയുണ്ട്. ഹാർട്ട് ചക്ര ബ്ലോക്കേജ് ഉള്ളവർക്ക് ഭയങ്കര പേടിയായിരിക്കും ഒരു ആക്ഷൻ എടുക്കാൻ. അപ്പോൾ ഇവിടെ ഇവർക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതുള്ളതുപോലെയാണ് ഇവിടെ തോന്നുന്നത്. നെക്സ്റ്റ് എനർജി നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഭയങ്കരമായിട്ട് അറ്റാച്ച്മെൻ്റ് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങളിൽ നിന്ന് ഒത്തിരി വട്ടം ഇവർ ദൂരെ പോകുവാൻ ശ്രമിച്ചു. പക്ഷേ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. പോയ പോലെ ഇവർ തിരിച്ചു വരുന്നു. നിങ്ങളുമായിട്ട് അത്രമാത്രം അറ്റാച്ച്മെൻ്റ് ഉള്ളത് കൊണ്ടാണ് ഇവർ വീണ്ടും പോയതുപോലെ തന്നെ തിരിച്ചു വരുന്നത്. നെക്സ്റ്റ് എനർജി നിങ്ങളുടെ പേഴ്സൺ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല നിങ്ങളിൽ നിന്ന് ദൂരെ പോകണമെന്നാണ് നെക്സ്റ്റ് എനർജി. കാരണം നിങ്ങൾ തമ്മിൽ ഡിവൈൻ കണക്ഷൻ ആയിരിക്കാം, സോൾ കണക്ഷൻ ആയിരിക്കാം. ഇനി നിങ്ങളുമായിട്ടുള്ള ആ ഒരു ജേണി ഇവർക്ക് തോന്നുന്നത് ആ ഒരു ബോണ്ടിങ് ഒരിക്കലും അത് പൊട്ടിപ്പോകത്തില്ല എന്നാണ്. ആ ഒരു ബോണ്ട് എപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവർക്ക് തോന്നുന്നത്. ഇവിടെ ഇവരുടെ ലൈഫിൽ നിങ്ങൾക്ക് മുന്നേ പല ആൾക്കാരും വന്നു പോയിട്ടുണ്ടാകും. പക്ഷെ അവർക്ക് വേണ്ടിയൊന്നും ഇത്രയും ഇവർ വേദനിച്ചിട്ടുണ്ടാവത്തില്ല. ഇത്ര അധികം സ്നേഹം ഇവർ കാണിച്ചിട്ടുണ്ടാവില്ല അവരോടൊന്നും. പക്ഷെ നിങ്ങളോടാണ് ഇത്രയധികം സ്നേഹവും ആ ഒരു എന്താ പറയുക ബോണ്ടും അത്രമാത്രം സ്ട്രോങ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജിയാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ 48 അവേഴ്സിൻ്റെ എനർജിയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ യൂണിയൻ തന്നെ ഉണ്ടാകും. നിങ്ങൾ തമ്മിൽ ഒരു പ്രോബ്ലം ഇവിടെ കാണാൻ സാധിക്കുന്നില്ല 48 അവേഴ്സും. ഇതുകൂടാതെ ഇന്നത്തെ ദിവസം ഇവർ സൈലൻസ് സോണിലിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പശ്ചാത്താപമായിരിക്കാം ചിലപ്പോൾ ഇവർക്ക്. ഇവിടെ തേർഡ് പാർട്ടി റിലേറ്റഡ് ആയിട്ട് പ്രോബ്ലംസ് കൂടുതൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് കാരണമാണ് ഇവർ ജഗ്ലിംഗ് സിറ്റുവേഷൻ അനുഭവിക്കുന്നത്. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളതല്ല, തേർഡ് പാർട്ടി റിലേറ്റഡ് ആയിട്ട് പ്രോബ്ലം ഉണ്ടാകുന്ന കാരണമാണ് ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നത്. ഇവിടെ ബാലൻസിലിരിക്കുക, ഒരു പ്രോബ്ലം ഇല്ല നിങ്ങൾ തമ്മിൽ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ നിങ്ങളെ മിസ് ചെയ്യും, പൊസസീവ് ആകും, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കും. പക്ഷേ നിങ്ങളോട് സംസാരിക്കത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഇല്ലാതെ ഇവർക്ക് ഒരു എന്താ പറയുക ഒരു സന്തോഷം ഉണ്ടാവത്തില്ല. പക്ഷേ സംസാരിക്കുക മാത്രം ചെയ്യത്തില്ല. ഇവിടെ ഒരു വ്യക്തി നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ പോകണമെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും. ഒന്നുകിൽ ഫാമിലി സമ്മതിക്കുന്നുണ്ടാവത്തില്ല, ഇല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഗോൾസ് ഉണ്ടാവും അച്ചീവ് ചെയ്യാൻ. അങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ ഇല്ലാതെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാവത്തില്ല. അപ്പോൾ അങ്ങനെ എന്തോ ഒരു റീസൺ നിങ്ങളുടെ പേഴ്സണും ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ. ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.